ഹായ്, ഇന്നൊരു നൈറ്റ് വ്ളോഗാണേ. അപ്പം ഞാനും സതീഷ് ചേട്ടനും എവിടെ പോവാന്നറിയാവോ? നെടുമ്പാശ്ശേരിയിൽ മജുവേട്ടൻ വരുവാണേ. അപ്പം മജുവേട്ടനെ കൂട്ടാനെ കൊണ്ടാണേ ഇത്ര ഹാപ്പി ആയിട്ട് പോകുന്നത് കേട്ടോ. എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഞാനും സതീഷ് ചേട്ടനും വെയിറ്റ് ചെയ്യുന്ന പിള്ളേരെ കൊണ്ടുപോയില്ല. രാത്രിയല്ലേ, 2:15 അവിടെ ലാൻഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതൊക്കെ അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ച്. പിള്ളേർ രണ്ടുപേരും എടുത്തില്ല, കാരണം രാത്രിയല്ലേ. ഞങ്ങൾ റാന്നിയിലെത്തിയിട്ട് പെട്രോളൊക്കെ അവിടെ നിന്ന് അടിച്ചിട്ടാണ് പോയത്. അപ്പം അപ്പു ആണെങ്കിൽ വൈക്കത്തു നിന്ന് ആദ്യം അപ്പു ബസ്സിന് വരാനാണ് കൂട്ടിയത്. അപ്പം പക്ഷേ അപ്പുവിന് ബസ് കിട്ടിയില്ല. പിന്നെ അപ്പു ട്രെയിൻ കയറി ഇവിടെ അങ്കമാലി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനിൽ ചെന്നു. അപ്പുവിനെ കൂട്ടിക്കൊണ്ടാണ് തിരിച്ച് എയർപോർട്ടിലോട്ട് പോകുന്നത്. അപ്പം അപ്പുവിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പു വന്നു. അപ്പോൾ അപ്പുവിനെ കൂട്ടി ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് പോവുക. എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററല്ലേ ഉള്ളൂ അങ്കമാലിയിൽ നിന്ന്. അപ്പം അപ്പു പറഞ്ഞു, നീ വരാൻ സമയമുണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഫുഡൊക്കെ കഴിച്ചു. അപ്പു ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പുവിന് ഫുഡ് കഴിക്കാനാന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി. പക്ഷെ ഞങ്ങളും കഴിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ അപ്പുവിനൊരു കമ്പനി കൊടുക്കണ്ടേ. അപ്പം ഞാൻ സൈഷേട്ടനും പൊറോട്ടയും ചപ്പാത്തിയും ചിക്കനുമാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഞാൻ ലെമൺ ജ്യൂസും കുടിച്ചു കേട്ടോ. അങ്ങനെ പതുക്കെ അതൊക്കെ കഴിച്ച് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമയമാകാൻ വേണ്ടി പതുക്കെ ഇരുന്ന് കഴിച്ചു. എയർപോർട്ടിന് നേരെ ബാക്ക് സൈഡിൽ. അപ്പോൾ അപ്പു പറഞ്ഞു, ഞാൻ ട്രെയിനിൽ നിന്ന് കണ്ടപ്പം പറഞ്ഞു, അവൻ ട്രെയിനിൽ വന്നപ്പം കണ്ടു ബാക്ക് സൈഡിൽ ഫ്ലൈറ്റൊക്കെ കാണാം, അപ്പോൾ ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാം, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു സൈഷേട്ടനോട്. ഞങ്ങൾ എതിരായിട്ട് ആ എയറിലോട്ട് പോയില്ല. അപ്പോൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെല്ലാവരും, ഞാനും സൈഷേട്ടനും അപ്പും കൂടെ അവിടെ ചെന്നു. അപ്പോൾ അവിടെ കുറേ നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങളുടെ ദുബായ് മജുവേട്ടൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പുവേ. അപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് ലാൻഡ് ചെയ്യുന്ന വീഡിയോ എടുത്താലോ മജുവേട്ടൻ വരുന്ന ഫ്ലൈറ്റിൽ. അപ്പോൾ ഞാൻ ചുമ്മാ കൈയൊക്കെ അടിച്ച് ചുമ്മാ തമാശിക്കുന്നേ, മജുവേട്ടൻ വന്നേ ദുബായിൽ വന്നേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിന് തൊട്ട് ബാക്കിലായിട്ട് ട്രെയിൻ പാളമുണ്ട്. അപ്പോൾ ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ പോയി ഫ്ലൈറ്റ് വരും കൂടെ ആകുമ്പോൾ ആ വീഡിയോ അടിപൊളിയായിരുന്നു തന്നെ കേട്ടോ. അന്നേരം എന്തായാലും ഫ്ലൈറ്റ് വന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലോട്ട് പോയി. എന്തായാലും ലാൻഡ് ചെയ്തല്ലോ, എന്നാലും മജോട്ടെ ഇറങ്ങാൻ ഒരു 3/4 മണിക്കൂർ എടുക്കും. അപ്പോൾ ഞങ്ങൾ പതുക്കെ എയർപോർട്ടിനുള്ളിൽ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സൈഷേട്ടൻ പറഞ്ഞു, നിങ്ങൾ എയർപോർട്ടിൽ ഇറക്കിയിട്ട് ഞാൻ പുറത്ത് നിൽക്കാം, എന്തിനാ വെറുതെ അവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ ഇറക്കി വിട്ടിട്ട് സൈഷേട്ടൻ തിരിച്ചിങ്ങ് പോകുന്നത്. അപ്പം മജോട്ടൻ ഇറങ്ങി കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. മജോട്ടൻ ഇപ്പം വരുമെന്നേ. മജോട്ടാണെങ്കിൽ കുറച്ച് ലേറ്റായിരുന്നു, കാരണം മജോട്ടൻ്റെ ഒരു 3/4 മണിക്കൂറിലേറെ എടുത്തെന്ന് തോന്നുന്നു. പെട്ടി വരാൻ താമസിച്ചായിരുന്നു. അപ്പം ഞാൻ എന്തേ വിളിച്ചില്ല എവിടെയാന്ന്, പിന്നെ വിളിച്ചില്ല. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നെറ്റ് കണക്റ്റാക്കി വിളിച്ചില്ല. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ മജുവേട്ടൻ കോൾ വന്നു, ഇതുപോലെ പെട്ടി വരാൻ ലേറ്റായി, അതുകൊണ്ട് പെട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അവരുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാണാൻ വേണ്ടി. എന്ത് രസമല്ലേ ആ ഒരു നിമിഷം അല്ലേ. അങ്ങനെ എൻ്റെ കെട്ടിയവൻ വന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ടേ കണ്ടു. അപ്പം വീഡിയോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു അപ്പുറത്തെ വശത്ത് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ അപ്പുവിനെ കൊടുത്തു, അപ്പു എന്നാൽ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ വന്നു. ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു, ഇറങ്ങി വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലേ. അവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഇങ്ങനെയല്ലേ, അവരുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടിയല്ലേ. എന്ത് ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. പോകുമ്പോൾ ഒരു വിഷമം, വരുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അങ്ങനെ വെയിറ്റ് ചെയ്ത് എൻ്റെ ആൾ വന്നു. ഞാൻ മജുവേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ദുബായി പോയി കാണാറുണ്ടെങ്കിലും നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ, രസമല്ലേ. മജുവേട്ടനെ ബാക്കി എല്ലാവരും 1 വർഷം കഴിഞ്ഞാൽ കാണുന്നത്. മിഷൂട്ടി 28 വന്നേ പിന്നെ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നുണ്ടെങ്കിലും അങ്ങനെ മജുവേട്ടൻ വന്നു, വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ അപ്പൂര് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് മജുവേട്ടൻ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനോട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൂടെ നിങ്ങൾ കാണുക കേട്ടോ. എന്റെ ഫോട്ടോ ഇതിലൂടെ ഒന്ന് എടുക്കും. ഇതെന്റെ ഫോൺ, അത് നിന്റെ ഫോൺ. ഇതെന്റെ ഫോൺ, അത് നിന്റെ ഫോൺ. അപ്പൂന്റെ ഫോട്ടോ കണ്ടിട്ട് നിന്റെ ഫോട്ടോ ഉള്ളേ. അങ്ങനെ അപ്പു ഹാപ്പിയായി. അപ്പുവിനൊരു 14 Pro Max ഫോൺ മജുവേട്ടൻ കൊണ്ടുവന്നേ.
അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മജുവേട്ടനെ ഇങ്ങനെ ടയേർഡായി ഇങ്ങനെ തോളത്ത് കിടക്കുമായിരുന്നു കേട്ടോ. ഉറക്കം വരുന്നുണ്ട്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിയതേ ഇല്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.